ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധനാ വർഷത്തിലെ വലിയ ഒരു കാലഘട്ടത്തിലേക്ക് പെന്തിക്കോസ്തി പെരുന്നാളിലൂടെ നാം പ്രവേശിക്കുകയാണ്. പെന്തക്കോസ്ത് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം 50th 50ാമത്തെ എന്ന് ആണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം നാം വായിക്കുമ്പോൾ കൊയ്ത്ത് തുടങ്ങി അതിന്റെ 7 ആഴ്ചകൾക്ക് ശേഷം പെന്തിക്കോസ്തി പെരുന്നാൾ ആചരിക്കണം എന്നുള്ള ആഹ്വാനം ഉണ്ട്. അങ്ങനെ അവരുടെ വരുമാനത്തിന്റെ 2% 50-1 അവര് ഗവൺമെന്റിന് കരം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. നമ്മൾ പുതിയ ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസമാണ് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് തീനാമ്പുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് ആവസിച്ചത്. നമ്മള് പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് 3 ഘട്ടത്തിലായിട്ടാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവുള്ളതായ പ്രാർത്ഥനകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ അതിന്റെ മുട്ടുകുത്തലിന്റെ ശുശ്രൂഷ എന്നുകൂടിയാണ് നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാളിന് പറയുന്നത്. നമ്മുടെ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പെരുന്നാളാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. അവിടെ മുട്ടുകുത്തലിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം തളിപ്പിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നാം പ്രാപിക്കുന്നത് വിശുദ്ധ മാമോദീസായിലൂടെയാണ്. എന്നാൽ എത്ര പേര് അതിലൂടെ വളർന്നു വരുന്നു, അതിലൂടെ ജീവിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ പെന്തിക്കോസ്തിയുടെ പെരുന്നാളിൽ പങ്കെടുക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിനെ പുതുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. വിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് പെന്തിക്കോസ്തിയുടെ വിശുദ്ധ കുർബാനയിലെ ഏവനികയിൽ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളാണ്. അതിന്റെ 8ാമത്തെ വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ വളരെ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. യു ഷുഡ് മേക്ക് മച്ച് ഫ്രൂട്ട്, ദിസ് ബ്രിങ്സ് ഗ്ലോറി ടു മൈ ഫാദർ. കർത്താവ് ആഗ്രഹിക്കുന്നത് കൂടുതലായിട്ട് ഫലം പുറപ്പെടുവിക്കുവാനായിട്ടാണ്. നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഫീറോദ് റൂക്കുദിശോ ഗലാത്യ ലേഖനം 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അങ്ങനെ ആ 9 ഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് ശേഷം പുറപ്പെടുവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ളതായ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. ഇന്ന് ഈ കാലയളവിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നാം പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അന്യോന്യം കടിച്ച് കീറുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും ദൈവത്തെ ഭയമില്ലാത്ത ഒരു കാലയളവിലൂടെയാണ് നമ്മൾ മുൻപോട്ട് കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാ ആവാസത്തിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിലൂടെ ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിന്റെ പുതുക്കമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലൂടെ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അവിടെ ചിലപ്പം ചില ചെത്തിവെടുപ്പാക്കൾ വന്നേക്കാം. അവിടെ 2ാമത്തെ വാക്യത്തിൽ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 2ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് കൂടുതലായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ചെത്തിവെടുപ്പാക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ചെത്തിവെടുപ്പാക്കലുകൾ, നൊമ്പരങ്ങൾ, വേദനകൾ, അപകടങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത് കൂടുതലായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, പെന്തിക്കോസ്തിയുടെ പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് മാത്രമോ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായി.